നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. അന്താരാഷ്ട്ര വിപണിയിൽ 22 കോടി രൂപ വില വരുന്ന 14 കിലോ എഫെഡ്രിനുമായി ആഫ്രിക്കൻ വനിത കസ്റ്റംസിന്റെ പിടിയിലായി. ദോഹ വഴി ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ദക്ഷിണാഫ്രിക്കൻ വനിതയെ മയക്കുമരുന്ന് കടത്താൻ ശ്രമിക്കുന്നതിനിടെ എയർ കസ്റ്റംസ് പിടികൂടിയത്. എഫിഡ്രിൻ എന്ന മയക്കുമരുന്നാണ് ഇവരുടെ പക്കലുണ്ടായിരുന്നത്. 190 പൊതികളിലായി വാനിറ്റി ബാഗിനുള്ള രഹസ്യ അറകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ മയക്കുമരുന്ന്. പിടികൂടിയ എഫിഡ്രിൻ 14 കിലോ വരും. അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന് 22 കോടി രൂപ വിലയുണ്ട്. ദില്ലിയിൽ നിന്നുമാണ് ദക്ഷിണാഫ്രിക്കൻ വനിത മയക്കുമരുന്ന് ശേഖരിച്ചത്. ഈ മാസം 17-ന് ഇവർ ദില്ലിയിലെത്തിയിരുന്നു. മയക്കുമരുന്നുമായി ട്രെയിനിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. തുടർന്ന് ഒരു ഓട്ടോറിക്ഷയിൽ രാത്രി 8 മണിയോടെ നെടുമ്പാശ്ശേരിയിലേക്ക് വന്നു. ദോഹ വഴി ആഫ്രിക്കൻ രാജ്യമായ മലാവിയിലേക്ക് പോകാനായിരുന്നു പദ്ധതി. ജെറ്റ് എയർവേസിന്റെ വിമാനത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിക്കപ്പെട്ടത്. ചില ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നടത്തുന്ന ഒരു കള്ളക്കടത്ത് റാക്കറ്റാണ്. ഇതൊന്നും കൊച്ചിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ളതോ അല്ലതാ. അവരിവിടെ വരുന്നു, ഈ വിമാനത്താവളം ഉപയോഗിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുന്നു. ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിൽ താമസിക്കുക പോലും ചെയ്തിട്ടില്ല. വന്നിറങ്ങി അടുത്ത ട്രെയിനിൽ വന്നിറങ്ങി ഓട്ടോ പിടിച്ചു കൂടെ വന്ന് പോകാൻ നോക്കുന്നു. ജോഹാനസ്ബർഗ് സ്വദേശിയാണ് പിടിയിലായ വനിത. നേരത്തെയും ഇന്ത്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി ഇവർ മയക്കുമരുന്ന് കടത്തിയതായി കസ്റ്റംസ് സംശയിക്കുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ഇവരുടെ ബന്ധവും ദില്ലിയിലെ ഇവരുടെ ഇടപാടുകളും കസ്റ്റംസ് പരിശോധിക്കുകയാണ്. ചില അലോപ്പതി മരുന്നുകളിൽ ചേർത്ത എഫിഡ്രിൻ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഡിക്കാസെറ്റാമിൻ എന്ന ലഹരി മരുന്നിന്റെ നിർമ്മാണത്തിനും എഫിഡ്രിൻ ഉപയോഗിച്ചു വരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.